മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചതു മുതൽ ഇന്നേ വരെയുള്ള അവൻ്റെ വികസനത്തെ പല ഘട്ടങ്ങളിലായിട്ട് തിരിക്കാം. ആദ്യം ശൈശവദശ, രണ്ടാമത് കൗമാരം. ശൈശവദശയിൽ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ഒരു കളിപ്പാട്ടങ്ങളായി ഈ മതങ്ങൾ. കളിപ്പാട്ടങ്ങളാണ്, അർത്ഥവത്തല്ല. താൽക്കാലികമായിട്ട് കുട്ടികളെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ വേണ്ടി, സമാധാനിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഒരു കളിപ്പാട്ടം. അതാണ് ശൈശവാവസ്ഥയിൽ മനുഷ്യൻ്റെ വളർച്ചയുടെ, മനുഷ്യകുലത്തിൻ്റെ വളർച്ചയുടെ ശൈശവാവസ്ഥയിൽ കണ്ടുപിടിച്ച മതങ്ങൾ. ആ മതങ്ങൾ നന്നായിട്ട് നിലനിന്നിരുന്നു. അന്ന് മനുഷ്യനെ ഒട്ടൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനും സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൗമാരം, കുറച്ചുകൂടെ അതിനകത്ത് ഗൗരവമുള്ള ചെറിയ ഗൗരവമൊക്കെ വന്നു തുടങ്ങി. എന്നാലും കളിപ്പാട്ടത്തിൻ്റെ ആ സ്വഭാവം കളിപ്പാട്ടത്തിൽ നിന്നല്ലേ കിട്ടുകയുള്ളൂ, വലിയ അർത്ഥമൊന്നും കിട്ടുകയില്ലല്ലോ. ഇപ്പം നമ്മൾ ആ അവസ്ഥയും തരണം ചെയ്തിരിക്കുന്ന ഘട്ടമാണ്, യൗവനാരംഭമാണ്. ഇനിയും നമുക്കത് ആവശ്യമുണ്ടോ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ യൂറോപ്പിൽ ഇത് ആലോചിച്ചു തുടങ്ങിയിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ മതങ്ങളുടെ പ്രാധാന്യം യൂറോപ്പിൽ വളരെ കുറഞ്ഞു വന്നു, അമേരിക്കയിലും ഇത് തന്നെ. അതുകൊണ്ട് അവരെ നല്ല പുരോഗതിയിലേക്ക് നീങ്ങി. ഈ മതം എന്ന് പറയുന്ന ഒരു ഇരുട്ടുകുഴിയാണ്. ഈ ഇരുട്ടുകുഴിക്കകത്ത് കിടന്നാൽ എങ്ങും ചെന്നെത്തുകയില്ല എന്ന് ബോധ്യപ്പെട്ട പുരോഗതി കൂടുതൽ അവരിൽ വന്നു. അവരിൽ പരിണാമ സംഭവത്തിലൂടെ അവരിൽ ബുദ്ധി കൂടുതൽ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് മതം പ്രാധാന്യം കുറച്ച് കണ്ടത്. അങ്ങനെ വ്യാവസായിക വിപ്ലവവും മറ്റും വന്ന് നല്ല പുരോഗതിയിലേക്ക് നീങ്ങി. യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ശാസ്ത്രീയമായിട്ടും ഉയർന്ന നിലയിൽ തന്നെയാണ്. അത് കാരണം ഇതാണ്, ഈ മതം എന്ന ഈ ഇരുട്ടുകുഴിയിൽ നിന്ന് അവർ കരയ്ക്ക് കയറി. പേരിന് മാത്രം, ലേബിൽ മാത്രമാണ് ഇന്ന് മതം. അവിടെ 60% പ്രത്യക്ഷമായിട്ട് ഉപേക്ഷിച്ചു മതം. 40% പേര് പള്ളിയിൽ പോകുന്നവരുണ്ട്. അവർ തന്നെ 60 വയസ്സിന് മേൽപ്രായമുള്ളവരാണ് താനും. അമേരിക്കയിൽ അത്ര തന്നെ മാറിയില്ല. 60% വിശ്വാസികളും 40% പരസ്യമായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു മതങ്ങൾ. അവരും പേരിനും മാത്രം ലേബൽ കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ത്യയിലത് വേണ്ടത്ര അത്രയും തന്നെ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് അല്പം പുറയിൽ പോയി. നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ കുറവായിരുന്നു അടുത്ത കാലം വരെ. ഒരു ലേബൽ മതി നമുക്ക് മതത്തിൻ്റെ. തൽക്കാലം അതിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് നാശം അടയേണ്ട ആവശ്യമില്ല. ഇരുട്ടുകുഴിയാണ് മതങ്ങൾ. ആദ്യം തന്നെ ചിന്താശക്തി അവിടെ കൊണ്ട് തീരുക. അവൻ്റേതായ രീതിയിൽ ചിന്തിക്കാൻ ഉള്ള മറന്നു പോകും. വൈകാരിക മേഖലയാകെ കളങ്കപ്പെടും. വികാരമാണ് അവനെ നിയന്ത്രിക്കുന്നത്. അവന് ചിന്താശക്തി കുറയുന്നത് കൊണ്ടുകൂടിയാണത്. അത് ഈ മതങ്ങൾ അതിന് കാരണം, ഈ കളിപ്പാട്ടങ്ങളാണ്. അതുകൊണ്ടാണ് യൗവനാരംഭത്തിലെത്തിയ മനുഷ്യൻ കുലം ഈ മതങ്ങൾ മൊത്തത്തിൽ ലോകത്തിൽ ഉപേക്ഷിച്ച് വരുന്നത്. ഇന്ത്യയും കഴിഞ്ഞ 10 കൊല്ലമായി ഇതിൻ്റെ പ്രാധാന്യം വളരെ കുറച്ചേ കാണുന്നുള്ളൂ. എന്നാൽ മതരോഗികളുണ്ട്. അപ്പോൾ അവർക്ക് തൃപ്തിപ്പെടുത്തണ്ടേ? അവർക്ക് ചിന്താശക്തി കുറവാണ്, ജന്മനാ തന്നെ ചിന്താശക്തിയും കുറവാണ്. അവർക്കൊരുവിധം മതരോഗം ഉള്ളവരാണ്. അവർക്കും വേണമല്ലോ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മതങ്ങൾ സൃഷ്ടിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കണം, അത്ര തന്നെ. അല്ലാതെ ഇതും കെട്ടിപ്പിടിച്ച് നടന്ന് ഇതേ ശരണമെന്നും പറഞ്ഞ് നടക്കുന്നവരിപ്പോൾ ഇന്ത്യയിലില്ല, തീരെ കുറവാണ്. മതരോഗികളെ ഒഴിച്ചു നിർത്തിയാൽ. നമ്മളിപ്പോൾ പുരോഗതിയുടെ പാതയിലാണ്, നമുക്ക് മുന്നോട്ട് പോകണം. ഈ മതം മാറ്റ മാഫിയ സ്വർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ഇല്ലാത്ത സ്വർഗം സൃഷ്ടിച്ച്, ഭാവനയിൽ സൃഷ്ടിച്ച് അവിടെ എത്തിക്കാമെന്നും പറഞ്ഞ് രാവിലെ കുളിച്ചൊരുങ്ങി പുറത്തിറങ്ങുന്ന കുറേ ബിരുദന്മാരുണ്ട്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു ബിസിനസ് എന്നുള്ളതേ ഉള്ളത്. അവർക്കും അറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന്. അതിൽ ചെന്ന് പെടുന്നത് ഈ ചിന്താശേഷി തീരെയില്ലാത്തവരാണ്. അവരല്ലാതെ മറ്റാരും അതിൽ പെടുകയില്ല. നമ്മൾ ഒരു കാലത്ത് തീണ്ടലും തൊടിയിലും അവരെ ഇന്നെത്ര അകന്നു നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു.
ഒരു ദുരാചാരം ഭാരതത്തിലുണ്ടായിരുന്നു. അതിപ്പം മാറി. ഇപ്പം ഇനി മതം പ്രചരിപ്പിക്കുന്നവരെ അകറ്റി നിർത്തേണ്ടത്. അവരുമായിട്ട് സംസാരിക്കുന്ന പോലും രോഗം പകരുന്നതിന് കാരണമാകും. കാരണം ഈ മതരോഗം മനുഷ്യനെ നന്നാക്കുന്നില്ല. അവൻ എല്ലാ തലങ്ങളിലും ബുദ്ധി, വികാരം, ചിന്താശേഷി, വിശകലനശേഷി ഇതെല്ലാം പണയം വെക്കുക അപ്പോഴേ മതവിശ്വാസി. ഇപ്പം ലേബിൾ മാത്രം കൊണ്ട് നടക്കുന്നത്. ഒരു മതത്തിൽ ജനിച്ചു, ഒരു ലേബിൾ നേരത്തെ ഉള്ള മതമായതുകൊണ്ട് എന്നല്ലാതെ ഭൂരിഭാഗം പേരും അതുമായിട്ട് നടക്കുന്നില്ല. പിന്നെ ഇതും ഇല്ലെന്നൊക്കെ പറഞ്ഞ് വലിച്ചെറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഒരു അനക്കം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് മാത്രമാണിത്. മതം പ്രചരിപ്പിക്കാൻ വരുന്ന ഒരു വലിയ ദ്രോഹികളാണ്. കാരണം അവരോ കുഴിപ്പെടാൻ കിടക്കുന്നത്, ചിന്താശേഷി ഇല്ലഞ്ഞിട്ടാണ്. അവരാണ് ഈ മാനമര്യാദക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്ന. അവൻ്റെ പേരിൽ ലേവലേ കാണുകയുള്ളൂ. മറ്റു മതങ്ങൾ കടന്നു ചെന്ന് അവരെ എന്തെങ്കിലും ചൂഷണം ചെയ്ത് എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഈ കുഴി ചാടിക്കാൻ വേണ്ടി അവനെ നശിച്ചോ മിനിയും മര്യാദയ്ക്ക് ജീവിക്കുന്നത് നശിപ്പിക്കാനുള്ളൊരു ബന്ധപ്പാടിലാണ് മതം മാറ്റ മാഫിയ. അത് ലോകം എല്ലായിടത്തും ഉണ്ട്. അത് ഭാരതത്തിൽ കുറേ കൂടുതലാണ്. അത് നിയമം കൊണ്ട് നിരോധിക്കേണ്ടതാണ് പൂർണ്ണമായിട്ടും. ചിന്താശേഷി മനുഷ്യനെ ഇല്ലാതാക്കാനുള്ളൊരു പരിപാടിയാണ് ഈ മതം മാറ്റം നടക്കുന്നത്. വിപ്ലവം വഴക്കിന് കാരണമാവും. രണ്ട് സമൂഹങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. സമൂഹത്തിലുള്ള സമാധാനം നഷ്ടപ്പെടും ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവർ. മതം പ്രചരിപ്പിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ മതം വിട്ടുപോകുന്നവരെയാണ് പ്രചരിപ്പിച്ചത് നേരെ കൊണ്ടുവരുന്നത്. അന്യമതങ്ങളിൽ പോയി അവരെ ശല്യം ചെയ്യാനല്ല ഈ മതം പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ. അവർ പറയുന്നത് അതാണ്, മതം പ്രചരിപ്പിക്കണമെന്ന്. അവരുടെ കൂട്ടത്തിലുള്ളവരെയാണ് പ്രചരിപ്പിക്കുന്നത്. വിട്ടുപോകുന്നവർ ധാരാളം പേരാണ്. ചിന്താശക്തിയുള്ളവരൊക്കെ മതം ഉപേക്ഷിക്കുന്നവരാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്നവരെ നേരെ കൊണ്ടുവരാൻ വേണ്ടി പ്രചരിപ്പിച്ചോളാം. ഒരു മതത്തിലുള്ളവർ മറ്റൊരു മതത്തിൽ ഉള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് മണ്ടന്മാരാണ് ചെയ്യുന്നത്. പണം മുടക്കും, സമയം കളയും. അത് ചിലപ്പം കുറച്ച് പണം കൊടുത്തെന്ന് വരും. സമയം കളഞ്ഞാൽ ഇവനെ ഒന്ന് ഉരുത്തിയപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോഴേ അവനൊരു ഇഷ്ടമല്ല. പിന്നെ ശാലം പൈസയൊക്കെ കിട്ടുമല്ലോ, അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നതാണ്. അവൻ്റെ മനസ്സ് ഇപ്പോഴും മതത്തിലൊന്നുമല്ല. മതമൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു സമൂഹത്തിലാണ് അവൻ ജീവിച്ചത് സ്വതന്ത്രമായിട്ട്. ഇവിടെ വന്നിരുന്ന് ഈ ആചാരങ്ങളും അനാചാരങ്ങളും കൊള്ളുകയില്ലാത്ത അർത്ഥശൂന്യമായ തിയറികളും ഒക്കെ വായിച്ച് അവനങ്ങ് മടുക്കും. അവന് ഇട്ടെറിയിച്ച് പോകും. ആ വന്ന മതത്തിൽ നിന്ന് ആദ്യം എവിടെയാണോ അവൻ സ്വൈരമുണ്ടല്ലോ, ഇതുപോലുള്ള കീറാമുട്ടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവൻ അതിലേക്കും തിരിച്ചു പോകും. പൈസ മുടക്കുന്നവനും നഷ്ടപ്പെടും. അത് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി കാപ്പം കിട്ടുന്ന നടന്നതിന് നഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഖർവാപ്പസയൊക്കെ അവർ വിജയിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് തിരിച്ച് കൊണ്ടുപോയതാണ്. അത് അവർ ഖർവാപ്പസ മുഖേന ധാരാളം പേര് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക, അർത്ഥശൂന്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഈ നേരത്തെ നിന്ന മതം അർത്ഥശൂന്യമാണ്. അതിനൊന്നും ശ്രദ്ധിക്കുകയില്ലായിരുന്നു. സ്വൈരവരെ ജീവിച്ചു, അവരവൻ്റെ കാര്യം നോക്കി. മറ്റേടത്ത് ചെന്നപ്പോൾ അതൊരു സ്വൈരക്കേടായി മാറി. ഒരു 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 സ്വാതന്ത്ര്യം. ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ ചെന്ന് അതിൻ്റെ ആ കെട്ടുപാടും കണ്ടങ്ങ് മടുക്കുക മനുഷ്യൻ. അതിനായി തിരിച്ചു പോരുന്നു. ഒരവസരം കിട്ടി അവൻ തിരിച്ചു പോരും. പൈസ മുടക്കിയവനത് നഷ്ടവും വരും. അല്ലെങ്കിൽ മതം മാറ്റിയിട്ട് അവനെ നോക്കാൻ വേണ്ടി ഒരു ഗുണ്ടായെ കൂടെ ശമ്പളം കൊടുത്ത് നിർത്തേണ്ടി വരും പണം മുടക്കിയവന്. ഇല്ലെങ്കിൽ അവനവിടെ ഉറച്ച് നിൽക്കുകയില്ല. കാരണം അവന് ചിന്താശേഷിയുണ്ട്. കാരണം 20-ാം നൂറ്റാണ്ടായത്. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് മനുഷ്യൻ്റെ വളർച്ച യൗവനം ആയ അവസ്ഥയിലെത്തി. അവൻ ചിന്തിച്ചേ ഇടപെടുകയുള്ളൂ. ഇതൊക്കെ ഈ മതം മാറ്റം നടന്നത് മനുഷ്യൻ കൗമാരാവസ്ഥയിൽ അവന് ചിന്താശേഷി കുറവാണ്. അന്നാണ് ഈ മതം കുറേയേറെ മാറിയിട്ടുള്ള ഭാരതത്തിൽ നിന്നാണെങ്കിലും. ഇന്ന് ഒരുത്തനും മാറുകയില്ല. മാറി അവൻ തിരിച്ചു പോരും. അന്നേരം ശാലം പൈസ കിട്ടാൻ വേണ്ടി അത് വാങ്ങാൻ വേണ്ടി ചിലപ്പം പോയെന്ന് വരും. ഈ മതം മാറ്റാൻ നടന്ന് പിന്നെ അതിൻ്റെ പേരിൽ അന്നേരം വഴക്കവും വക്കാണവും സമൂഹങ്ങൾ തമ്മിൽ വൈരാഗ്യവും ഒക്കെ വന്ന് വെറുതെ ശിഥിലം ഉണ്ടാക്കും സമൂഹത്തിൽ. മതം മാറ്റത്തെ നിശ്ചയമായിട്ടും നിരോധിക്കേണ്ടതാണ് സർക്കാർ ബലമായിട്ട്. നിങ്ങൾ ഒരു മതത്തിൽപ്പെട്ടവൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ പ്രചരിപ്പിച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. അല്ലാതെ അന്യമതങ്ങളിൽ കയറി അവിടുന്ന് എങ്ങനെയെങ്കിലും ആൾക്കാരെ ചൂഷണം ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. അത് കുഴപ്പമാണ്. ഇന്നുവരെ
നടന്നൊന്നും ഇനിയും നടക്കാതെ ഇതുകൊണ്ടാണ്. കാരണം മനുഷ്യൻ ചിന്താശക്തി വന്നു കഴിഞ്ഞ് ഈ സോഷ്യൽ മീഡിയ ആയാലും പ്രധാന കാരണം. ഇന്ന് എല്ലാ മതങ്ങളെക്കുറിച്ചും എല്ലാ മനുഷ്യനും അറിയാം. അതിൻ്റെ പൊള്ളത്തരവും അതിൻ്റെ ഈ ഇരുട്ടുമൊക്കെ. ഇരുട്ട് നിറഞ്ഞാത്ത ഒരു മതവും ലോകത്തിൽ ഇന്നേ വരെയില്ല. എല്ലാ മതങ്ങളും ഇരുട്ട് നിറഞ്ഞതാണ്, മനുഷ്യൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. ഐൻസ്റ്റൈൻ അന്നത്തെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞായറാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു. പുള്ളിക്ക് വിശ്വാസമില്ല, പുള്ളി പല പ്രകടിപ്പിച്ചിട്ടുള്ള. സ്റ്റീഫൻ ഹോക്കിങ് 25 വയസ്സിൽ കംപ്ലീറ്റ് മതം ഉപേക്ഷിച്ചതാണ്. പുള്ളി പിന്നെ 76 വയസ്സ് വരെ ഇത് ഒരു കാര്യത്തിലും അനുകരിച്ചിട്ടില്ല, ഒന്നും അനുസരിച്ചിട്ടില്ല. അത് തെറ്റാണ്, മതം വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുപോലെ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അവർ സമൂഹത്തിൽ ഒരു ഉണ്ടാക്കേണ്ടതെന്ന് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ഈ മതരോഗികൾ 20% എല്ലാ സമൂഹത്തിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ ഉള്ളവൻ ശ്രമിക്കണം. മതരോഗികൾ അവരെ അതൊന്നും ഒഴിവാക്കാൻ ഒക്കുകയില്ല. അവർക്ക് പള്ളിയും അമ്പലവും ഒക്കെ വേണം, അവരതും കൊണ്ട് നടന്നോട്ടെ. വേറെ ആൾക്ക് ശല്യം ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല, ആരും ശ്രദ്ധിക്കുകയില്ല, എന്തേലും ആയിക്കോട്ടെ, നമുക്കെന്നാ. ഇതല്ല, മറ്റൊരു മതത്തിൽ കയറി അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും മതം മാറ്റാൻ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ പണം, തൽക്കാലത്തേക്ക് പണവും. ആ പണം വാങ്ങാൻ വേണ്ടിയാണ് ചില ആൾക്കാർ മാറുന്നത്. എന്ത് പേരാണെന്നറിയാമോ ഖർവാപ്പസ് വഴി തിരിച്ചു പോയത്? ഇതുപോലെ ഇവരാരും കാണുന്നില്ലേ? പണം ചിലവഴിക്കുന്നത്, സമയം ചിലവഴിക്കുന്നത് നഷ്ടമായി പോവില്ലേ? മണ്ടത്തരമല്ലേ? ഇനി അങ്ങനെ നടക്കുകയുള്ളൂ, ആരെയും മാറ്റാൻ ഒക്കുകയില്ല. കാലം ഒത്തിരി മാറി. അതുകൊണ്ടാണ് കൗമാരദേശ മനുഷ്യൻ ചിന്താശക്തി ഇത്രയും വളരാത്ത കാര്യത്താണ് ഈ മതം മാറ്റം നടന്നത്. ഇപ്പം എങ്ങും നടക്കുന്നില്ല കാര്യമായിട്ട്. ഒന്നോ വേണ്ടോ എങ്കിൽ അത് ഈ മതരോഗികൾ, പറഞ്ഞാൽ ചിന്താശക്തി ഇല്ലാത്തവരെല്ലാ സമൂഹങ്ങളിലും കുറേ കാണുമല്ലോ, അതിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ എവിടെയെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും മതം മാറുന്നത്. ഇത് മതം മാറ്റം എന്ന ഈ ഏർപ്പാട്, ഈ കലാപരിപാടി നിർത്താമെങ്കിൽ തന്നെ അവരുടെ കൈ കിടക്കുന്ന കാശ് നഷ്ടപ്പെടുകയില്ല, സമയവും നഷ്ടപ്പെടുകയില്ല. 10 മൂട് കപ്പ ഇടാൻ നോക്കണം ഇവിടെ തന്നെ. കൃഷി വടക്കേരിയയിൽ അതിനനുസരിച്ച് എന്തായിരുന്നു കൃഷി ചെയ്യണം. അല്ല കപ്പലിൻ്റെ കൃഷിയോ ഉരുളക്കിഴങ്ങ് കൃഷിയോ, കേരളത്തിലാണെങ്കിൽ കപ്പയോ അല്ല നോക്കണം. അല്ല മതം മാറ്റാൻ നടന്നത് മനുഷ്യനെ ബോറടിപ്പിക്കില്ലേ? അതൊരു വലിയ ശല്യം ഉണ്ടാക്കുന്ന സംഗതിയാണ്. മതം മനുഷ്യന് ആവശ്യമില്ലാത്ത സംഗതിയാണ്. അവന് ദൈവവിശ്വാസം ആവശ്യമുള്ളവർ അതുകൊണ്ട് നടന്നോട്ടെ, അതുകൊണ്ട് ആർക്കും ശല്യമില്ലല്ലോ. ഇതാണോ മതം? അതാണോ ശല്യവാദിയാണ്? മനുഷ്യനിൽ വന്നുകൂടി ഏറ്റവും ഒരു വിപത്താണ് ഈ മതം എന്ന് പറയുന്നത്. ശൈശവത്തിലും കൗമാരത്തിലും മനുഷ്യ പുരോഗതിക്കാൻ ശാലം ഗുണമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് യൗവനാരംഭം മുതൽ ഇത് പാരയാണെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി. അത് നോക്കിയാൽ മതി, ഈ സോഷ്യൽ മീഡിയാസ് നോക്കിയാൽ മതി. തലമുറയുടെ പുത്തൻ തലമുറയുടെ ചിന്താഗതി അറിയാം. അതിൽ നിന്ന് ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് നല്ലപോലെ ഒരു നോക്കട്ടെ 2 മാസം, അപ്പം മനസ്സിലാവും മതമാറ്റം നടക്കുന്നവർ. അത്ര ദ്രോഹമായിട്ടുള്ള സംഗതിയായിട്ടാണ് ചെറുപ്പക്കാർ കണക്ക് കൂട്ടുന്നത്. ചെറുപ്പക്കാർ പോയി എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാ, ചിന്താശേഷിയുള്ളവരാ, സോഷ്യൽ മീഡിയ വഴി ലോകത്തെ അറിയുന്നവരാ, മതത്തെ അറിയുന്നവരാ. അതുകൊണ്ടാണ് അവർ അത് ഉപേക്ഷിക്കാൻ ഓരോരുത്തരും തയ്യാറാകുന്നത്. ചെറുപ്പക്കാരുടെ കൂടുതൽ 20% ഉണ്ട് മതം രോഗികൾ, ചിന്താശേഷി ഇല്ലാത്തവർ. അവരതുകൊണ്ട് നടന്നോട്ടെ, നമുക്ക് പ്രശ്നമില്ലല്ലോ. ഓക്കെ.